ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ, വീണ്ടും ഒരു വലിയ നോമ്പിൻ്റെ നാളുകൾ ആഗതമായിരിക്കുകയാണ്. വലിയ നോമ്പിനെ പിതാക്കന്മാരുടെ വർണ്ണനകളിലൂടെ സ്വാഗതം ചെയ്യുന്നത് ഇപ്രകാരമാണ്: വെടുപ്പും വിശുദ്ധിയുമുള്ള നോമ്പേ, സമാധാനത്താലെ വരിക. വെടുപ്പും വിശുദ്ധിയുമുള്ള നോമ്പേ, സമാധാനത്തോടെ വരിക. ആത്യന്തികമായി ആവശ്യം സമാധാനം തന്നെയാണ്. മലമുകളിലെ കർത്താവ് തമ്പുരാൻ്റെ പ്രസംഗങ്ങളിൽ ഏറ്റവും അവസാനം സൂചിപ്പിക്കുന്നതും അങ്ങനെ തന്നെയാണ്. സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. എന്തുകൊണ്ടെന്നാൽ ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. സമാധാനം ഉണ്ടാവുകയല്ലല്ലോ, സമാധാനം ഉണ്ടാക്കുകയല്ലേ. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾ എവിടെ നിന്നോ സമാധാനം ഉണ്ടാവുക. എന്നാൽ കർത്താവ് പഠിപ്പിക്കുന്നു, നിങ്ങൾ സമാധാനം ഉണ്ടാക്കുന്നവരായി മാറുക. ഒരുപക്ഷെ നോമ്പിൻ്റെ ഈ നിമിഷങ്ങൾ അവനവനിൽ തന്നെ സമാധാനം ഉണ്ടാകുവാനും അവനവനിലൂടെ മറ്റുള്ളവരിലേക്ക് സമാധാനം ഉണ്ടാക്കുവാനും നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. വലിയ നോമ്പിൻ്റെ ഒന്നാം തിങ്കളാഴ്ച ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വേദഭാഗമാണ് വായനകളിൽ ആരംഭിക്കുന്നത്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി ശൂന്യവും രൂപരഹിതവുമായിരുന്നു, പാഴായിരുന്നു അത്രേ. ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന വാചകത്തിന് ഭംഗിയേറുന്നത് തൊട്ടടുത്ത വാചകം തന്നെയാണ്. ഭൂമിയിൽ ഒന്നും ഉണ്ടായിരുന്നില്ല, ഭൂമി എന്നുള്ളതേ ഉണ്ടായിരുന്നില്ല, ശൂന്യമായിരുന്നു, രൂപമില്ലാത്ത, രൂപരഹിതമായിരുന്നു, പാഴായിരുന്നു. പിന്നീട് ശ്രദ്ധേയം 1 രാജാക്കന്മാരുടെ പുസ്തകം തന്നെയാണ്. 1-ാം അധ്യായം 5 മുതൽ 12 വരെയുള്ള വേദഭാഗം. എന്തിനാണ് പിതാക്കന്മാർ വലിയ നോമ്പിൻ്റെ 1-ാം തിങ്കളാഴ്ച 1 രാജാക്കന്മാരുടെ പുസ്തകം 3-ാം അധ്യായം 5 മുതൽ 12 വരെയുള്ള വേദഭാഗം നമ്മെ ബോധ്യപ്പെടുത്തുന്നത്? അതൊരാളുടെ നിലവിളിയാണ്. ഗിബെയോനിൽ വെച്ച് യഹോവ ശലോമോന് പ്രത്യക്ഷപ്പെടുന്നുണ്ട് സ്വപ്നത്തിൽ. നിനക്കിഷ്ടമുള്ള വരം ചോദിച്ചുകൊള്ളുക. അതിന് ശലോമോൻ പറയുന്നത്, എൻ്റെ പിതാവായ ദാവീദ് എന്ന നിൻ്റെ ദാസൻ സത്യത്തോടും നീതിയോടും ഹൃദയപരമാർത്ഥതയോടും കൂടെ നിന്റെ മുമ്പാകെ നടന്നു. ആ നിമിത്തം അവന് വലിയ കൃപ നീ നൽകി. പിന്നീടൊരു നിലവിളിയാണ്: നീ അടിയനെ ഇപ്പോൾ എൻ്റെ പിതാവായ ദാവീദിന് പകരം രാജാവാക്കിയിരിക്കുന്നു. നിലവിലുള്ള അവൻ്റെ സർവ്വത്തെയും എടുത്തു കാട്ടുന്നതാണ്. ദൈവം നൽകിയ മഹത്വത്തെ, ദൈവം നൽകിയ വലിയ കൃപയെ നീ അടിയനെ ഇപ്പോൾ ഈ നിമിഷം പിതാവായ ദാവീദിന് പകരം രാജാവാക്കി. പിന്നീടാണ് ശലോമോൻ്റെ ഒരു വല്ലാത്ത നിലവിളി: ഞാനോ ഒരു ബാലനത്രേ, കാര്യങ്ങൾ നടത്തുവാൻ എനിക്ക് അറിവില്ല. നീ തിരഞ്ഞെടുത്തതും ബാഹുല്യം മൂലം എണ്ണവും കണക്കുമില്ലാത്തതുമായ വലിയൊരു ജാതിയായ നിന്റെ ജനത്തിൻ്റെ മധ്യേ അടിയനിരിക്കുന്നു. ആകയാൽ ഗുണവും ദോഷവും തിരിച്ചറിഞ്ഞ് നിന്റെ ജനത്തിന് ന്യായപാലനം ചെയ്യുവാൻ വേഗമുള്ളൊരു ഹൃദയം തരണമേ. എത്ര മനോഹരമാണ് ആ പ്രാർത്ഥന! ഗുണവും ദോഷവും തിരിച്ചറിഞ്ഞ്. ഈ നോമ്പ് നമ്മുടെ ഗുണവും ദോഷവും തിരിച്ചറിയുവാനാണ്. നമ്മൾ ആരുടെ മുമ്പിലാണ് നിൽക്കുന്നത് എന്നുള്ളതാണ്. ദൈവം മുമ്പാകെ ആ ബോധ്യം വീണ്ടെടുക്കുവാൻ നമുക്ക് കഴിയട്ടെ. എത്ര മനോഹരമാണ് ശലോമോൻ്റെ നിലവിളി! നമ്മുടെ ഇടയിലും നിലച്ചുപോയ ഒരു നിലവിളിയുണ്ട്. അതിനി നിലയ്ക്കാത്ത നിലവിളിയാകണം. ഈ നോമ്പ് എൻ്റെ ഗുണവും എൻ്റെ ദോഷവും തിരിച്ചറിയുവാൻ ദൈവമേ എന്നെ സഹായിക്കണമേ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.